ആപ്പിൾ സിഇഒ, യാഹൂ സിഇഒ, ജനറൽ മോട്ടോഴ്സിന്റെ സിഇഒ, പെപ്സിയുടെ സിഇഒ, ട്വിറ്ററിന്റെ ഫൗണ്ടർ, പേപാലിന്റെ സിഇഒ, ഇങ്ങനെ ലോകത്തെ മികച്ച കമ്പനികളുടെ സിഇഒമാരെല്ലാം നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. കൂട്ടത്തിൽ നരേന്ദ്രമോദി മുതൽ, അതുപോലെ അക്ഷയ് കുമാർ മുതൽ, അതുപോലെ തന്നെ വിജയികളായ ഒരുപാട് പേരുടെ പട്ടിക നമുക്ക് കാണാം. നേരത്തെ എഴുന്നേൽക്കുന്നവരാണവർ. എന്നാൽ ലോകം അൺസക്സസ്ഫുൾ എന്ന് ഡീഗ്രേഡ് ചെയ്ത, എന്നാൽ സന്തോഷത്തിന്റെ കാര്യത്തിൽ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ എന്ന് സ്വയം ആശ്വസിക്കുന്ന പല പല വിഭാഗങ്ങൾ. പാൽ, പേപ്പർ, അതുപോലെ നേരത്തെ എഴുന്നേൽക്കുന്ന നിരവധി തൊഴിലുകൾ ചെയ്യുന്ന നിരവധി മനുഷ്യർ, അവരും നേരത്തെ എഴുന്നേൽക്കുന്നവരാണ്. വിജയിക്കും പരാജിതനും, സക്സസ്ഫുള്ളിനും അൺസക്സസ്ഫുള്ളിനും ഒരേ 24 മണിക്കൂർ തന്നെയാണ് ഓരോ ദിവസവും തന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. അതെങ്ങനെ ഇഫക്റ്റീവായി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇഫക്റ്റീവായി വേസ്റ്റ് ചെയ്യുന്നു എന്നതിലാണ് വിജയവും പരാജയവും. മോങ്ക് ഹൂ സോൾഡ് ഫെറാറി, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ എന്നീ ബെസ്റ്റ് സെല്ലർ ബുക്കുകൾ എഴുതിയ റോബിൻ ശർമ്മ, അദ്ദേഹത്തിന്റെ ബെസ്റ്റ് എവർ പ്രൊഡക്റ്റീവ് റുട്ടീനാണ് ഇന്ന് നിങ്ങൾക്ക് എനിക്ക് നൽകാനുള്ളത്. ഈ നിയമം നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പ്രാപ്തമായതാണ്. ശാന്തമായ പ്രഭാതത്തിലെ ആദ്യത്തെ 1 മണിക്കൂറിനെ 3ആയി വിഭജിക്കുക. ആദ്യ 20 മിനിറ്റ് അതിൽ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുക, ഹൈ ഇന്റൻസീവ് എക്സസൈസുകൾ. രാവിലെ എല്ലാവരും വ്യായാമം ചെയ്യുന്നവരല്ലേ എന്ന ചോദ്യത്തിന് കഠിനമായ വ്യായാമമാണ് ചെയ്യേണ്ടത് എന്നാണ് ഉത്തരം. കഠിനമായ വ്യായാമ സമയത്ത് ബ്രെയിൻ BDNF ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ബ്രെയിനിലെ ന്യൂറോൺസിനെ റിപ്പയർ ചെയ്യുന്നു, നിങ്ങളുടെ ലേണിംഗ് കപ്പാസിറ്റിയെ കൂട്ടുന്നു, നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, നിങ്ങളുടെ ഏജിംഗ് കുറയ്ക്കുന്നു. കൂടാതെ നിങ്ങളുടെ നിലവിലുള്ള ശീലങ്ങളിൽ നിന്നും പുതിയ ശീലങ്ങളിലേക്ക് മാറാനുള്ള നിങ്ങളുടെ കഴിവിനെ വർദ്ധിപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ 20 മിനിറ്റ്. ഈ 20 മിനിറ്റിൽ നിങ്ങളുടെ ആനുവൽ ഗോൾസ്, വർഷ ലക്ഷ്യങ്ങൾ അനലൈസ് ചെയ്യുക. 3 മാസത്തിൽ നേടാം അതിനുവേണ്ടി സെറ്റ് ചെയ്ത ചെറിയ ലക്ഷ്യങ്ങൾ, ആ ചെറിയ ലക്ഷ്യങ്ങൾ വലിയ ആനുവൽ ലക്ഷ്യങ്ങളിലേക്ക് എങ്ങനെ പരിവർത്തനപ്പെടുത്താം എന്ന് ചിന്തിക്കണം. ആനുവൽ ഗോൾ അഥവാ വർഷാന്ത്യ ലക്ഷ്യങ്ങൾ നേടാൻ എന്തെല്ലാം ഇന്ന് എനിക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ അടുത്ത മാസത്തിലോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുക. അത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ആദ്യ 20 മിനിറ്റിൽ നാം ആർജിച്ച അല്ലെങ്കിൽ നേടിയെടുത്ത ബ്രെയിനിന്റെ ഉന്മേഷം, രണ്ടാമത്തെ 20 മിനിറ്റിൽ എങ്ങനെ ആ ഗോൾ അച്ചീവ് ചെയ്യാമെന്ന് നാം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതി വെക്കുമ്പോൾ, അപ്പോൾ പുതിയ പുതിയ ഐഡിയകൾ, പുതിയ പുതിയ ആശയങ്ങൾ ജനിക്കുന്നു. വേണ്ടി വന്നാൽ ഇതിൽ $1 ബില്യൺ ബിസിനസ് ആരംഭിക്കാനുള്ള ആശയവും ഉണ്ടായേക്കാം. മൂന്നാമത്തെ 20 മിനിറ്റ് ഇത് ലേണിംഗിനുള്ളതാണ്. ഇവിടെ സക്സസ്ഫുള്ളായ മനുഷ്യരുടെ ബയോഗ്രഫി മുതൽ പേഴ്സണൽ ഡെവലപ്മെന്റ് ബുക്കുകൾ വരെ നമുക്ക് വായിക്കാം. ആദ്യ 20 മിനിറ്റിലെ ഹൈ ഇന്റൻസീവ് എക്സസൈസ് വർദ്ധിപ്പിച്ച ലേണിംഗ് കപ്പാസിറ്റി നമുക്കിവിടെ ഫലപ്രദമാകും. ഈ ശീലങ്ങളെല്ലാം ഒരു ശൃംഖലയാണ്. ആദ്യ ശീലങ്ങളിൽ നാം നേടിയെടുക്കുന്നത് 2-3 ശീലങ്ങൾക്ക് ഉപയോഗമാവും. ഓരോ പ്രഭാതവും ഓരോ ആരംഭങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ചതാക്കണമെന്ന പിടിവാശിയാണ്. ഇറ്റ്സ് മീ MK ജയദേവ്.